ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലരൂപത്തിനെയാണ് ഗുരുവായൂരിൽ ആരാധിക്കുന്നത്. ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം സ്വയംഭൂവല്ല, അത് ദ്വാരകയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പണ്ട് ബ്രഹ്മാവ് സൃഷ്ടിച്ച ഈ വിഗ്രഹം മഹാവിഷ്ണുവിന് ലഭിച്ചു. വൈകുണ്ഠത്തിലെ ആരാധനയ്ക്ക് ശേഷം മഹാവിഷ്ണു അത് തൻ്റെ ഉറ്റ സുഹൃത്തായ ഉദ്ധവന് നൽകി. പിന്നീട് ഉദ്ധവൻ ഈ വിഗ്രഹം ദ്വാരകയിൽ കൃഷ്ണന് നൽകി. കൃഷ്ണൻ ഈ വിഗ്രഹം സൂക്ഷിച്ചു കൊണ്ടുവന്നു. കൃഷ്ണൻ്റെ ജീവിതകാലം അവസാനിക്കാറായപ്പോൾ അദ്ദേഹം ഉദ്ധവനോട് തൻ്റെ കാലശേഷം ദ്വാരക കടലിൽ മുങ്ങിപ്പോകുമെന്നും അപ്പോൾ ഈ വിഗ്രഹം ഒരു അരുവിയിൽ ഒഴുകി നടക്കുമെന്നും പറഞ്ഞു. ആ വിഗ്രഹം എവിടെയാണോ എത്തിച്ചേരുന്നത് അവിടെ അത് പ്രതിഷ്ഠിച്ച് ആരാധിക്കണമെന്ന് ഉദ്ധവനോട് ആവശ്യപ്പെട്ടു. കൃഷ്ണൻ്റെ കാലശേഷം ദ്വാരക കടലിൽ മുങ്ങിപ്പോവുകയും ഉദ്ധവനോട് പറഞ്ഞതുപോലെ ആ വിഗ്രഹം ഒഴുകി നടക്കുകയും ചെയ്തു. ഈ സമയത്താണ് ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ആ വഴി വരുന്നത്. അവർ ഈ വിഗ്രഹം കണ്ടെത്തുകയും അതിനെ എവിടെ പ്രതിഷ്ഠിക്കണം എന്ന ആലോചനയിൽ ഏർപ്പെടുകയും ചെയ്തു. അപ്പോഴേക്കും പരശുരാമൻ അവിടെ എത്തി അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്താൻ അവർ സഹായിച്ചു. അവസാനം ഇന്ന് ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നിടത്തെത്തി. അവിടെ ശിവനും പാർവതിയോടൊപ്പം പൂക്കൾ വർഷിച്ച് അവരെ സ്വാഗതം ചെയ്തു. ശിവൻ ആ സ്ഥലത്തെ പകുതി ഭാഗം വിഗ്രഹം പ്രതിഷ്ഠിക്കാനായി ബൃഹസ്പതിക്കും വായുവിനും നൽകി. അങ്ങനെ ഗുരുവും വായുവും, അതായത് ബൃഹസ്പതിയും വായുവും ചേർന്നാണ് ഈ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഗുരുവായൂർ എന്ന് പേര് ലഭിച്ചത്. ഓം നമോ ഭഗവതേ വാസുദേവായ.